അമിത ഭക്തി, അതിവിനയം, അധികമായ ആരാധനാലയത്തിൽ പോകുന്ന ആളുകളൊക്കെ കള്ളപ്പന്നികളാണ്. നിങ്ങൾ നല്ല കാര്യം കുടുംബത്തിൽ ചെയ്യും മക്കളെ, അല്ലെങ്കിൽ അവനവനോട് ജനുവിനായിരിക്കും, ചുറ്റുപാടുള്ള ആളുകൾക്ക് വേണ്ടി നല്ലത് ചെയ്യും. അല്ലാണ്ട് ഫുൾ ടൈം പള്ളിയിൽ പോയി കൈ പിടിച്ച് പ്രാർത്ഥിച്ചിട്ടോ ആരാധനാലയത്തിലെ ഭണ്ഡാരത്തിൽ കുറെ പൈസ ഇട്ടുണ്ടോ ബൈബിളിലെ വചനങ്ങൾ പാടി പറഞ്ഞത് കൊണ്ടോ കാര്യമില്ല. അപ്പോൾ ടീച്ചർ പറയുന്ന അനുസരിച്ച് ഈ ലോകത്ത് സ്ഥിരമായിട്ട് പള്ളിയിൽ പോകുന്നവരും പിന്നെ ഭണ്ഡാരത്തിൽ കാശിടുന്നവരും ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്നവരും ഒക്കെ പക്ക ഫ്രോഡാണെന്നാണ് ടീച്ചറുടെ അഭിപ്രായം. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി ഈ ലോകത്ത് നന്മ ചെയ്ത് ജീവിക്കുന്നവരിൽ എത്രമാത്രം വിശ്വാസികളുണ്ട്, എത്രമാത്രം നിരീശ്വരവാദികളുണ്ട്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട് കേട്ടോ. ഈ ലോകത്ത് പടുത്തുയർത്തിയത് മുഴുവൻ ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു നിരീശ്വരവാദികളുമാണ് കേട്ടോ. വെറുതെ പറഞ്ഞത്, അവന്മാരൊന്നും ഒരു കാര്യവും ഈ ലോകത്തിന് വേണ്ടി ഇന്നുവരെ ചെയ്തിട്ടില്ല. ഞാനപ്പോൾ കേരളത്തിൻ്റെ കാര്യമൊന്നും എടുത്തു നോക്കി. കേരളം ഇന്ന് ഈ പറയുന്നത് പോലെ ഇപ്പോൾ ടീച്ചറൊക്കെ ഇവിടെ കയറിയിരുന്ന് പറയാൻ തക്കവിധം പ്രബുദ്ധ കേരളമാക്കി മാറ്റിയത്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലെവലിൽ കേരളത്തിനെ ഇത്രത്തോളം എത്തിച്ചത്, ആതുരാലയങ്ങൾ, അനാഥാലയങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകിയത്, അല്ലെങ്കിൽ അതുപോലെ ഒത്തിരി നന്മ പ്രവർത്തികൾ, മനുഷ്യർ സോക്കോൾഡ് നന്മ എന്ന് ചെയ്യാൻ പറ്റുന്ന സമൂഹത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി നന്മ ചെയ്തത് മുഴുവൻ ഈ കാണുന്ന ദൈവവിശ്വാസികൾ ഇവർ ദേവാലയത്തിൽ പോയപ്പം ഇട്ട ഭണ്ണാരത്തിലിട്ട കുഞ്ഞു കുഞ്ഞു കാശുകളൊക്കെ എടുത്തിട്ടാണ് ഈ സ്കൂളുകളും ആശുപത്രികളും അതുപോലെ ആതുരാലയങ്ങളും അനാഥാലയങ്ങളും അനേകം ദൈവവിശ്വാസികൾ ഹൃദയം നിറഞ്ഞു തന്ന, ജാതിമത ഭേദമില്ലാതെ തന്ന പൈസകളിൽ നിന്നാണ് ഇവയെല്ലാം പടുത്തുയർത്തിയത്. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതും പള്ളിയിൽ പോകുന്നതും ദൈവസ്നേഹത്തെ പ്രതി മുഴുവനായിട്ട് മാറ്റിവെക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. ഇതുപോലെ ദൈവത്തെ പ്രതി മാറ്റിവെച്ച് ഇറങ്ങി വന്ന വൈദികർ, സന്യസ്തർ, ആത്മായർ, അതിൽ സാധാരണ ജനങ്ങൾ മുഴുവൻ നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് സമയവും സമ്പാദ്യവും ഒക്കെ മാറ്റിവെച്ചത് കൊണ്ടാണ് ഇന്ന് കേരളം മാത്രമല്ല ഈ ലോകവും ഇത്രയധികം ഉയർന്നു നിൽക്കുന്നത്. ഉറപ്പായിട്ടും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, കാരണം മനുഷ്യരാണ്, ബലഹീനരാണ്, തെറ്റുകളുണ്ടാകും എന്ന് കരുതി ഇതിനെ മുഴുവൻ അങ്ങനെ അങ്ങ് അടച്ച് ആക്ഷേപിക്കരുത്.